ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2022 നടന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മെൻറ്റ് ബൈ ദ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? എന്തിനാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സും അതിൻ്റെ ഓണേഴ്സും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പണം മുടക്കി ബിസിനസ് തുടങ്ങുന്നു, പക്ഷേ എനിക്ക് അക്കൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ എൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ടാവും, ബിസിനസ്സിൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ പണം കൊടുത്ത് തുടങ്ങിയ ബിസിനസ് ആയതുകൊണ്ട് എനിക്കാണ് പൂർണ്ണമായ അധികാരം, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ബിസിനസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. ഇവിടെ ഓണറും ബിസിനസ്സും രണ്ട് എൻറ്റിറ്റികളാണ്, വ്യക്തിത്വങ്ങളാണ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെതായ എല്ലാ ട്രാൻസാക്ഷൻസും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഒരു പ്രൊപ്രൈറ്റർ, ബിസിനസ് നടത്തുന്ന ആളുടെ പ്രൈവറ്റ് അഫയേഴ്സിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ ചെയ്യുന്ന ട്രാൻസാക്ഷൻ എല്ലാം കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ആര് തന്നെയാണ്? ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതിന് ലീഗലായിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ് ഉള്ളത്. അല്ലാണ്ട് നമുക്കറിയാം ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യനല്ല എന്നൊക്കെ അറിയാം. എങ്കിലും കമ്പനീനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ആ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് അതിൻ്റെ ട്രാൻസാക്ഷനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങുന്ന ആളാണ്, പ്രൊപ്രൈറ്റർ നടത്തുന്ന ആളാണ്. അപ്പം ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊപ്രൈറ്റർ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ലെൻഡറായിട്ട്, അതായത് നമ്മൾ കടം ചോദിക്കുമ്പോൾ തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ ബിസിനസ്സുകാരനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബിസിനസ്സിന് തിരിച്ചതിൻ്റെ പ്രൊപ്രൈറ്റർക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റി, ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് എനേബിൾ ചെയ്യുന്നത് പ്രൊപ്രൈറ്ററിനെ ടു അസർട്ടൈൻ ദ ട്രൂ പിക്ചർ ഓഫ് ബിസിനസ്, കൃത്യമായിട്ട് ബിസിനസ് എന്താണെന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തന്നെയാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് അവിടെ ചോദിക്കുന്നുള്ളത്. കാരണം നമ്മളോട് ഫസ്റ്റ് ചോദിച്ചത് റിയലൈസേഷൻ കൺസെപ്റ്റ് ആയിരുന്നു, രണ്ടാമത് ചോദിച്ചത് എന്തായിരുന്നു? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് ആയിരുന്നു. ഇനിയും ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അപ്പോൾ ഷുവറായിട്ടും കൺസെപ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ? എന്തിനാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഇത് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നുണ്ട് ഷെയർ എന്താ, ഷെയർ ക്യാപിറ്റൽ എന്താ, അതിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വരുന്നുണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഒരു കമ്പനി എത്ര രൂപ വെച്ചിട്ടാണ് അതിൻ്റെ ക്യാപിറ്റൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ തന്നെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓതറൈസ് ചെയ്ത എല്ലാ ക്യാപിറ്റലും അവർ ഇഷ്യൂ ചെയ്യില്ല, അതിലത്തെ ഒരു പാർട്ട് മാത്രമാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്തെല്ലാം തന്നെ ആളുകൾ വാങ്ങിച്ചോളുന്നില്ല, വാങ്ങിക്കുന്ന പാർട്ടാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ആളുകൾ വാങ്ങിയ ക്യാപിറ്റൽ എത്ര ഷെയറാണോ അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അതിൽ അവരോട് നമ്മൾ അടയ്ക്കാൻ പറയുന്ന തുകകളുണ്ട്. നമുക്കറിയാലോ, ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് വാങ്ങുന്നു, പിന്നെ അലോട്ട്മെന്റ് കമ്പനി പറയുമ്പോൾ അടയ്ക്കണം, കോളൊക്കെ ആ സമയത്ത് അടയ്ക്കണം. അപ്പോൾ അങ്ങനെ ഈ ഒരു ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് ബീൻ കോൾഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് കോൾ മണി അടയ്ക്കാൻ എപ്പോഴാണോ പറയുന്നത് അങ്ങനെ അടയ്ക്കുന്ന എമൗണ്ടിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എത്രയാണോ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തപ്പോൾ അവർ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ക്യാപിറ്റലിൻ്റെ പാർട്ട് തന്നെയാണ്. അപ്പോൾ അവരോട് ഷെയർ ഹോൾഡേഴ്സിനോട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോള് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറയണം. ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് കോൾഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കോൾ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ദാറ്റ് ദ കമ്പനി ഹാസ് ആസ്ക്ഡ് ഇഫ് ഷെയർ ഹോൾഡേഴ്സ് ടു പേ. ഇവിടെ പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിനോട് ആ എമൗണ്ട് പേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ കമ്പനി മെ നോട്ട് റിക്വയർ ദ ഫുൾ എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി ഓൺ ദ ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഷെയർ പർച്ചേസ് ചെയ്ത ഉടനെ തന്നെ അവരോട് ബാക്കിയുള്ള പൈസയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പറയാൻ കമ്പനിക്ക് ഒരിക്കലും
സാധ്യമല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ദെർഫോർ ഇറ്റ് മേ കോൾ അപ്പ് ഓൺലി സച്ച് പോർഷൻ ആസ് ഇറ്റ് നീഡ്സ്. കമ്പനിക്ക് ആവശ്യം വരുന്ന സമയങ്ങളിൽ അവരെ വിളിക്കും, കോൾ ചെയ്യും, ഇത്ര രൂപ അടയ്ക്കൂ പറയും. അപ്പോൾ ആ ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ പോർഷൻ എന്നാൽ അതേസമയം ഹാസ് നോട്ട് യെറ്റ് ബീൻ കോൾഡ് അപ്പ്. ആ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ മുഴുവനായിട്ടും കോളപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. കോൾ ചെയ്ത ഭാഗമാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അല്ലാത്തതിനാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ക്യാപിറ്റലിന്റെ ഡിഫറെന്റ് ടൈപ്സ്. എന്തായാലും പഠിച്ചു വെച്ചോളൂ, ഇതിലേക്ക് ഒന്ന് ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം? നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് എന്താണ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്നുള്ളത്. ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ദ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് പെയ്ഡ് ഇൻസ്റ്റാൾമെന്റ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ബാലൻസ്. എത്രയാണോ ഇനി കൊടുക്കാനുള്ള തുക അതിനെ നമ്മൾ ഈക്വൽ ഇന്റർവെല്ലാക്കിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആക്കിയിട്ട് ഒപ്പം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇൻട്രസ്റ്റും കൂടി അല്ലെങ്കിൽ പലിശയും ചേർത്ത് കൊടുക്കുന്ന സിസ്റ്റത്തിനാണ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ബയ്യർക്ക് പ്രത്യേകത, അവർക്ക് ഒരു സാധനം ഈ തരത്തിൽ വാങ്ങുന്നതോട് ഒപ്പം തന്നെ അത് കൈവശം വെക്കാനും അതിന്റെ ഓണർഷിപ്പും ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇതൊരു ക്രെഡിറ്റ് സെയിൽ തന്നെയാണ്, ഫുൾ പൈസ കൊടുത്തല്ല വാങ്ങുന്നത്. ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ എനി ഇൻസ്റ്റാൾമെന്റ്, ഇതിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് ബയർ അടയ്ക്കാൻ വീഴ്ച വരുത്തുകയാണെങ്കിൽ സെല്ലർ ഹാസ് നോ റൈറ്റ് ടു ടേക്ക് ബാക്ക് ദ ഗുഡ്സ്. എന്നാൽ ആ സെല്ലർക്ക് യാതൊരു കാരണവശാലും ആ ഗുഡ്സ് തിരിച്ചു പിടിക്കാനുള്ള അധികാരം അവിടെ കൊടുക്കുന്നില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം, ഇനി എത്രയാണോ അടയ്ക്കാനുള്ള തുക എന്ന് അതിനു വേണ്ടിയിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിനെ പറഞ്ഞ പേരാണ് ഡെഫേർഡ് പേയ്മെന്റ് സിസ്റ്റം. അപ്പൊ ഈ ഒരു പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഈ ഒരു പേരിലൊക്കെ ആയിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക, ഡെഫേർഡ് പേയ്മെന്റ് സിസ്റ്റം എന്താണ് എന്നൊക്കെ ചോദ്യം വരാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിന്യൂസ് ആയി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഇൻസ്റ്റാൾമെന്റും ഹയർ പർച്ചേസും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് നന്നായിട്ട് ഈ ഒരു പോർഷൻ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ജേർണലൈസിങ്? നാലാമത്തെ ക്വസ്റ്റ്യനിൽ ജേർണലൈസിങ് എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ് എന്താണ് പോസ്റ്റിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത് ജേർണലൈസിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ട്രാൻസാക്ഷനെ, അതിനുശേഷം ജേർണലിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. ആ ട്രാൻസാക്ഷൻ അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ജേർണലിലേക്ക് എൻട്രി ചെയ്യുന്നു അല്ലേ. അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെയാണ് നെയിം ദ അക്കൗണ്ട് ബി ഡെബിറ്റഡ്, നെയിം ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. ഇവിടെ നമ്മൾ ഇതാണ് ഫോർമാറ്റ്. ജേർണലിന്റെ ഡേറ്റ് ഉണ്ടായിരിക്കും, പെർട്ടിക്കുലേഴ്സ് ഉണ്ടായിരിക്കും, ഡേറ്റ് കോളം ഫസ്റ്റ് ഉണ്ടായിരിക്കും, പെർട്ടിക്കുലേഴ്സ് ഉണ്ടായിരിക്കും, ഒരു ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ട് ആവും. ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കാണിക്കാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നരേഷൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ എക്സ്പ്ലനേഷനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ട്രാൻസാക്ഷൻ നടന്നത് എന്നുള്ളത്. സോ ഇതിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ജേർണലൈസിങ് ആണ്, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ. അപ്പൊ ഇങ്ങനെ ജേർണലിലേക്ക് ഈ ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ജേർണലൈസിങ് എന്ന് പറയുന്നത്. ജേർണലിലേക്ക് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ജേർണലൈസിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ ഈസ് നോൺ ആസ് ജേർണലൈസിങ്. അപ്പൊ ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയാം. അത് 2 പ്രാവശ്യം ചോദിച്ചു, ഇപ്രാവശ്യം ജേർണലൈസിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5ാമത്തത്, വാട്ട് ഈസ് എ ബാലൻസ് ഷീറ്റ്? എന്തിനാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് രണ്ടാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് നോക്കുക, ബാലൻസ് ഷീറ്റ് എന്താണ് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നെറ്റ് റിസൾട്ട് ഓഫ് ദി ബിസിനസ് എവിടുന്നാണ് കിട്ടുക, നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിന്നാണ് കിട്ടുക. അതിനുശേഷം നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനാണ്, നമ്മുടെ ബിസിനസിന്റെ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇതിന്റെ ഓണർ എന്ത് ചെയ്യുന്നത്, വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പ്രിപ്പയർ ചെയ്യും. ഇതിനാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ദേ ആർ കോൾഡ് അസറ്റ് വരും,
ബാഡ് തിങ്സ് ദാറ്റ് ആർ ഓയിങ് ടു അതർ പീപ്പിൾ. ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ആസ്തികൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തുന്നതാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി അതേസമയം ബാധ്യതകളെല്ലാം കാണിക്കാൻ ലയബിലിറ്റി വരുന്നുള്ളതാണ് പറയുന്നത്. ലയബിലിറ്റി സൈഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അസറ്റും ലയബിലിറ്റിയും അതിലേക്ക് എത്ര ക്യാപിറ്റൽ വന്നിട്ടുണ്ട് ബിസിനസ്സിലേക്ക്, ഇതെല്ലാം ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് ഇതെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ തന്നെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊസിഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നെറ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ നോമിനൽ അക്കൗണ്ട്, ഗിവ് ആൻ എക്സാമ്പിൾ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്, അതായത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടുകളെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാന്നുള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഇങ്ങനെ 3 അക്കൗണ്ടാണ്. അതിൽ നോമിനൽ അക്കൗണ്ട് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഇൻകം, റവന്യൂ, ഗെയിൻ, എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ കോൾഡ് നോമിനൽ അക്കൗണ്ട്സ്. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് നേച്ചറിലുള്ളതാണെന്ന് നോക്കും. റിയൽ ആണോ, പേഴ്സണൽ ആണോ, നോമിനൽ ആണോ നോക്കും. നോമിനൽ ആണെങ്കിൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ വർഷം വന്നിരിക്കുന്ന നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്തു, റവന്യൂ, വരുമാനം ഉണ്ടായത് എവിടെ നിന്നാണ്, എന്തൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗെയിൻ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്, എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ട്, ലോസസ്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടി പറയും, ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്നും കൂടി പറയും. കാരണം പേരിന് മാത്രം നമ്മൾ കാണിക്കുന്ന അക്കൗണ്ട് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റെന്റ്, സാലറി, വേജ്, ഡിസ്കൗണ്ട്, കമ്മീഷൻ. കാരണം റെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് അത്, അല്ലെ. സാലറി കൊടുക്കുക എക്സ്പെൻസ് ആണ്, വേജ് കൊടുക്കുക എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുക്കുന്നു, നമ്മളെ സംബന്ധിച്ചോളം അതൊരു നഷ്ടം തന്നെയാണ്, കമ്മീഷൻ കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം കാണിക്കുന്നത് എവിടെയാണ്? നോമിനൽ അക്കൗണ്ടിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏഴാമത്തെ, വാട്ട് ഈസ് മെന്റ് ബൈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ. എന്തിനാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതെല്ലാം. അതായത് കമ്പനി ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചില ഘട്ടങ്ങളിലെങ്കിലും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി 10,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് വിചാരിക്കുക. പക്ഷെ നമുക്കത് വാങ്ങാൻ റെഡി ആയിട്ട് വന്ന ആളുകൾ ആകെ 5,000 6,000 ആണെങ്കിൽ അതിനെ തന്നെയാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ചില സമയങ്ങളിൽ അപ്ലിക്കേഷൻസ് വരിക ഷെയർസ് റിസീവ് ചെയ്യാൻ വിൽ ബി ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂഡ്. നമ്മൾ എത്ര ഷെയർ ആണോ പബ്ലിക്കിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനേക്കാൾ കുറവ് അപ്ലിക്കേഷൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ അതിനെയാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന 10,000 ഷെയർസ് ആണ് പബ്ലിക്കിന്, പക്ഷെ അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിരിക്കുന്ന ആകെ 8,000 ഷെയറിന് മാത്രമാണ്. അപ്പൊ ഇത് തന്നെയാണ് എന്ത് പറയുന്നത്? അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കൊടുക്കുക. ആൻഡ് നോട്ട് ടു ദ ഷെയർസ് ഇഷ്യൂഡ്. എത്ര ഷെയർ ഇഷ്യൂ ചെയ്തു എന്നുള്ളതല്ല, എത്ര ഷെയർ അലോട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ബേസിലായിരിക്കും വരിക. അതിന്റെ ബേസിലായിരിക്കും എൻട്രീസ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അതേപോലെ പഠിക്കേണ്ടതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ അത് പേര് തന്നെ നമുക്കറിയാലോ, കമ്പനി 10,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ റെഡി ആവുന്നു, പക്ഷെ പബ്ലിക്കിൻ്റെ അവർക്ക് ആപ്ലിക്കേഷൻ വരുന്നത് ഒരു 12,000 ഷെയറിനാണെങ്കിൽ, അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അതിന് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നും, കുറവ് ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അതിന് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. ഇതാണ് ആ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഒരുമിച്ച് അവിടെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്ന എട്ടാമത്തെ, ലിസ്റ്റ് ഔട്ട് എനി 4 ഫീച്ചേഴ്സ് ഓഫ് നേച്ചർ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നേച്ചർ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഉദ്ദേശിക്കുന്നത്. പ്രൈമറി പർപ്പസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻ കൊടുക്കുക, എക്സ്റ്റേണൽ യൂസേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിന് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ഇവിടെ കാണിക്കാൻ പറ്റുള്ളൂ. ചില കൺസെപ്റ്റിനെയും കൺവെൻഷനെയും ബേസ് ചെയ്തുകൊണ്ടാണ് അതിന് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹോൾ ബിസിനസിന്റെ എല്ലാ അക്കൗണ്ട്സും ഇതിൽ കാണിക്കപ്പെടുന്നു. പിന്നെ റിപ്പോർട്ടിംഗ്, കറക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇത് ലീഗൽ റിക്വയർമെന്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 2 പോയിന്റുകൾ എഴുതുക. ഓൾറെഡി നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ റിപ്പീറ്റഡ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഫോർഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ഷെയർ ഹോൾഡർ അലോട്ട്മെന്റ് മണിയോ കോൾ മണിയോ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരു ഡ്യൂ ഡേറ്റ് തരും. ആ ഡേറ്റിനൊന്നും അടയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഷെയറുകളെല്ലാം കമ്പനി ഫോർഫീറ്റ് ചെയ്യുക, തിരിച്ചു പിടിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കമ്പനിക്ക് ഫോർഫീറ്റ് ഷെയർസ് ഓൺലി ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ. ഇങ്ങനെ കമ്പനിക്ക് ഇത് ഈ കോൾ മണി ഒന്നും അടയ്ക്കാത്തതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണമെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസിൽ അത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫോർഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. ഷെയർ ക്യാൻസൽ ചെയ്യുക. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നത്? അവർ അലോട്ട്മെന്റ് മണിയും കോൾ മണിയും ആ സ്പെസിഫൈഡ് ടൈം പീരീഡിന്റെ ഉള്ളിൽ അടയ്ക്കാത്തത് കൊണ്ട് കമ്പനി അതെല്ലാ ഷെയറുകളെ ക്യാൻസൽ ചെയ്യുന്നു. ഇതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് മെന്റ് ബൈ ഡിപ്രീസിയേഷൻ? എന്തിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? തേയ്മാനത്തിന്. ഒരു അസറ്റ് ഒരുപാട് കാലം നമ്മൾ ഉപയോഗിക്കുന്നതിന് ഫലമായിട്ട് തന്നെ വെയർ ആൻഡ് ടിയർ വരിക അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുക, അതിനെ തന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ട്രീറ്റ്മെന്റുകൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേംസുകൾ വരുന്നുണ്ടല്ലോ. അതിലെ ഒരു ടേമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു പോവുക. അപ്പം നമുക്കറിയാം 10,000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം യൂസ് ചെയ്ത് നമ്മളത് വിൽക്കുന്ന സമയത്ത് ഒരിക്കലും ആ എമൗണ്ട് കിട്ടില്ല. പകരം അത് കുറച്ചു കാലം ഉപയോഗിച്ചത് കൊണ്ട് അതിനൊരു തേയ്മാനം സംഭവിച്ചതായിട്ട് കണക്കാക്കിയിട്ട് എമൗണ്ട് കുറച്ചിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഒരു 6,000 രൂപയ്ക്ക് കൊടുക്കാം, 5,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പം അതെന്തുകൊണ്ട്? അതിന്റെ വാല്യൂ അവിടെ ഡിക്രീസ് ആയതുകൊണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം കാലക്രമേണ കാലങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒബ്സോളസെൻസ് വരിക, അതിന് പഴക്കം സംഭവിക്കുക, അത് ഔട്ട്ഡേറ്റഡ് ആവുക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു അസറ്റിന്റെ വാല്യൂ ഇവിടെ കുറച്ച് കാണിക്കേണ്ടി വരും. ഇങ്ങനെ കുറച്ച് കാണിക്കുന്നതിനെ തന്നെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിക്രീസ് ദ വാല്യൂ, അസറ്റിന്റെ വാല്യൂ കുറയുന്നു. എന്തുകൊണ്ടാണത്? പാസേജ് ഓഫ് ടൈം ആയിരിക്കാം, വെയർ ആൻഡ് ടിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒബ്സോളസെൻസ് കൊണ്ടായിരിക്കാം. ഈ 3 റീസൺ കൊണ്ടാണ് വാല്യൂ കുറയുന്നതെങ്കിൽ അതിനെ തന്നെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ എ ട്രയൽ ബാലൻസ്? നേരത്തെ നമ്മളോട് ചോദിച്ചതാണ് ബാലൻസ് ഷീറ്റ് എന്താന്ന് ചോദിച്ചു അല്ലേ? അതേപോലെ തന്നെ ട്രയൽ ബാലൻസ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ് ട്രയൽ ബാലൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ എൻട്രീസും ഇപ്പം നമ്മൾ പോസ്റ്റിങ്ങിനെ കുറിച്ച് കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ ജേർണലൈസിങ്ങിനെ കുറിച്ച് ഇപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ജേർണലൈസ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നത് നമുക്കറിയാം ക്യാരി ഫോർ നമ്മൾ എവിടെയാണ് ഏത് ഭാഗമാണോ കുറയുന്നത് അല്ലേ, അവിടെ നമ്മൾ അത് കൂടി നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഒപ്പം എത്തിക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ എല്ലാ അക്കൗണ്ടിനും ഒരു ബാലൻസ് ഉണ്ടാവും. ഈ ബാലൻസുകളെല്ലാം നമ്മൾ ചേർത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കുന്നതിനെയാണ് തന്നെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് പറഞ്ഞാൽ എന്താ? ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസുകളെല്ലാം ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. ഡെബിറ്റ് ബാലൻസ് ഉള്ളതെല്ലാം ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു, ക്രെഡിറ്റ് ബാലൻസുകളാണെങ്കിൽ അതിനെയൊക്കെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ച് രണ്ട് സൈഡും അത് ടാലി ആവുന്നു. ഇതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എല്ലാ എൻട്രീസും ജേണലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും, അതിന് നേരെ ലെഡ്ജറിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ടെസ്റ്റ് വെദർ ദ അക്കൗണ്ടിങ് വർക്ക് ഈസ് ഡൺ ആക്യുറേറ്റ്ലി ആൻഡ് കറക്റ്റ്ലി. കുറേ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണു, ജേർണലൈസ് ചെയ്യുന്നു, ലെഡ്ജറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസുകളായിരിക്കും അവിടെ കാണിക്കുക. അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് അത് രണ്ടും തുല്യമായിട്ട് വരികയാണെങ്കിൽ അത് അവിടെ കറക്റ്റ് ആണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ബാലൻസുകളെയും ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പകർത്തി അതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യുക എന്നുള്ള പർപ്പസോടുകൂടി ചെയ്യുന്ന ആ പ്രോസസ്സ് തന്നെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ എന്തൊക്കെ ഉണ്ടാവും? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓൾ അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ ഫോർ ടെസ്റ്റിംഗ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി. കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓരോ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് എമൗണ്ട് എന്താണോ വന്നിരിക്കുന്നത് അതിനെ കൃത്യമായിട്ട് അതാത് സൈഡിൽ കാണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെന്നോ ആക്യുറേറ്റ് ആണെന്നോ ടെസ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്? ഡിബഞ്ചേഴ്സിന്റെ
കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് കൺവേർട്ടബിളും നോൺ കൺവേർട്ടബിളും ആണ്. ബെയറർ ഡിബഞ്ചർ ചോദിച്ചിരുന്നു, റെഡീമബിളും ഇറെഡീമബിളും ചോദിച്ചിരുന്നു. ഇപ്പോൾ മൂന്നാമത്തേലേക്ക് മാറിയിട്ടുണ്ട്, കൺവേർട്ടബിളും നോൺ കൺവേർട്ടബിളും. അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിലെ ടോപ്പിക്കാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഹെഡിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ക്ലാസിഫിക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ഇപ്പോൾ ആദ്യത്തെ 2 കേസും ചോദിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നു, ഓൺ ദ ബേസ് ഓഫ് രജിസ്ട്രേഷൻ്റെ ബേസിൽ ബെയറർ ഡിബഞ്ചർ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് റെഡീമബിളും ഇറെഡീമബിളും ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൺവേർട്ടബിലിറ്റിയുടെ ബേസിസിൽ കൺവേർട്ടബിൾ ഡിബഞ്ചറും നോൺ കൺവേർട്ടബിളും ആണ് ചോദിച്ചിരിക്കുന്നത്. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിന് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡിബഞ്ചർ ഹോൾഡ് ചെയ്ത വ്യക്തിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ആ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മാറ്റം കൊണ്ടുവരാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം. അവർ പർച്ചേസ് ചെയ്യുന്ന ആക്ച്വലി എന്താണ് ഡിബഞ്ചർ ആണെങ്കിലും ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് അതിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന് 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഇനി ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചറും ഉണ്ട്, പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചറും ഉണ്ട്. ഫുള്ളി കൺവേർട്ടബിൾ പറഞ്ഞാൽ എന്താ, ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫുള്ളായിട്ട് ഷെയർ ആയിട്ട് മാറുന്നു. പാർട്ട്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ പർച്ചേസ് ചെയ്തത് അതിൻ്റെ പകുതി മാത്രം ഷെയർ ആയി മാറുന്നു, ബാക്കിയുള്ളത് റിമെയിൻ ഡിബഞ്ചർ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറാണ്. ആ പേര് തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇത് ഡിബഞ്ചർ ആയിട്ട് തന്നെയാണ് അതിൻ്റെ കാലാവധി വരെ നമ്മുടെ അടുത്ത് ഉണ്ടാവുന്നത്. അതിനാ സ്പെസിഫൈഡ് പീരീഡോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അത് ഒരിക്കലും കൺവേർഷനായി മാറുന്നില്ല അല്ലെങ്കിൽ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, കാരണം കൃത്യമായിട്ട് അവർ ഓരോ വർഷവും കൃത്യമായി തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ അക്കൗണ്ടിങ് കൺവെൻഷൻ. അപ്പോൾ കൺസെപ്റ്റിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട് ഇതുവരെയ്ക്ക്. ഇനിയിപ്പം കൺവെൻഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൺസെപ്റ്റുകൾ ഒരു 10 എണ്ണത്തോളം നമുക്ക് പഠിക്കാണ്ട്, ഒപ്പം തന്നെ നമുക്ക് ജനറൽ റൂൾസ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ, ദീസ് ആർ ദ കസ്റ്റം ആൻഡ് ട്രഡീഷൻ ഫോളോഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് എന്താണോ നമ്മൾ ആചരിച്ചു പോരുന്നത് അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ആ ട്രഡീഷൻ എന്ന് പറയുന്നത്, ഇതിനെ തന്നെയാണ് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ദീസ് ഗൈഡ് ദ അക്കൗണ്ടൻസ് വൈൽ പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കൺവെൻഷൻസ് ഉണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പം ആ അക്കൗണ്ടൻസിന് ഒരു ഗൈഡായിട്ട് ഒരു സഹായിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ജനറൽ റൂൾ ഓഫ് പ്രാക്ടീസ്, ഓരോ കസ്റ്റമേഴ്സ് യൂസേജസ്, കസ്റ്റംസ്, യൂസേജ്, ട്രഡീഷൻസ് ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളെ തന്നെയാണ് റൂൾസ് ഓഫ് പ്രാക്ടീസ്, എന്താണ് നമ്മൾ നടപ്പിൽ കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ച് തന്നെയാണ് അക്കൗണ്ടിങ് കൺവെൻഷനിൽ പറയുന്നത്. ദിസ് ഹാവ് ബീൻ ഇവോൾവ് ഓവർ ദ ഇയേഴ്സ് ഫോളോയിങ് ദ മെയിൻ അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അങ്ങനെ നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട 4 കൺവെൻഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ 4 എണ്ണം ഇമ്പോർട്ടൻ്റ്. അപ്പം 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം കൺസെപ്റ്റുകൾ 3 എണ്ണം ചോദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർ കൺവെൻഷനിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്. എന്തിനാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്? ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് പറഞ്ഞാൽ വിച്ച് ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ ഈസ് സെറ്റ് ടു ബി ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്. അതായത് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് അവരുടെ കംപ്ലീറ്റ് റെക്കോർഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ തന്നെയാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്. അതിനെ ആശ്രയിച്ച് നിൽക്കുക, ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടായിരിക്കും, അതിനെ ആശ്രയിച്ചായിരിക്കും ആ ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് സെയിൽസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. ഇവർക്ക് എന്തെങ്കിലും സെയിൽസ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്താൽ മാത്രമാണ് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഹാസ് നോ പവർ ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം അതേഴ്സ്. മറ്റുള്ള ആളുകളിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും ഗുഡ്സ് വാങ്ങാനുള്ള അധികാരം ഉണ്ടാവില്ല. കാരണം ഇവർ ഏത് കമ്പനിയുടെ ബ്രാഞ്ച് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്ത് സെയിൽ ചെയ്യാനേ അവർക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അവർ ആ ബ്രാഞ്ച് എന്ന് പറയുന്ന ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്.
ഇറ്റ് മേ സെൽസ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്. അവർക്ക് ക്യാഷിന് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാനോ അതിനൊക്കെ സാധിക്കും. ഇറ്റ് വർക്ക്സ് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഹെഡ് ഓഫീസ്. ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇവരൊരിക്കലും ബുക്സ് കീപ്പ് ചെയ്യില്ല, അക്കൗണ്ട്സിന്റെ ബുക്സ് കീപ്പ് ചെയ്യണമെന്നില്ല. ഇവർക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിൽ മാത്രമാണ് ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ബ്രാഞ്ചുകളെയാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ഔട്ട് എനി ഡിഫറൻസസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. 3 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്താന്നുള്ളത്. അതിന്റെ 2 ഡിഫറൻസുകളാണ് ഇവിടെ നോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും 2 ഡിഫറൻസുകൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു അഗ്രിമെന്റ് ഓഫ് ഹയറിംഗ് ആണ്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് അഗ്രിമെന്റ് ഓഫ് സെയിലിനെയാണ് പറയുന്നത്. ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. രണ്ടാമത്തേൽ ബയർ ഗെറ്റ്സ് ഓൺലി പൊസിഷൻ ഓഫ് ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി. നമ്മളൊരു ഹയർ പർച്ചേസ് അഗ്രിമെന്റിൽ ഗുഡ്സ് കൈവശം വെക്കാനുള്ള അധികാരമാണ് ആ ഒരു അഗ്രിമെന്റ് പ്രകാരം കിട്ടുന്നത്. ഇൻസ്റ്റാൾമെന്റ് പർച്ചേസ് ആണെങ്കിൽ ഒരേ സമയം ബയർക്ക് പൊസസ് ചെയ്യാനും കൈവശം വെക്കാനും അതിന്റെ ഓണർഷിപ്പും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇതിൽ 8 ഡിഫറൻസുകൾ വരുന്നുണ്ട്. 8ഉം പഠിക്കുക. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2 ഡിഫറൻസുകൾ മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത്രയാണ് ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ടിൽ വന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ സെക്ഷൻ ബിയിൽ വന്നിരിക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി പാസ്റ്റ് ഡാറ്റ. നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കിട്ടുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഷോ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ജോബ് പ്രോസസ്സ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയോ ജോബിൻ്റെയോ പ്രോസസ്സിൻ്റെയോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യമല്ല. ആൻഡ് ഇത് ഫസ്റ്റ് ചാപ്റ്ററിലാണ് പറയുന്നിരിക്കുന്നത്. 3ാമത്തെ പോയിന്റ് ഇറ്റ് ഫെയിൽസ് ടു എക്സൈസ് കൺട്രോൾ ഓവർ റിസോഴ്സസ്. ഓരോ റിസോഴ്സും കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഒരു വീഴ്ച വരുന്ന ഒരു സംഭവമാണിത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മെഷർ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. കൃത്യമായിട്ട് നമുക്ക് ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഒന്നും മെഷർ ചെയ്യാൻ സാധിച്ചോളുന്നില്ല. ആഡക്വേറ്റ് ഡാറ്റ നമുക്ക് പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ട് തരുന്നതിൽ വളരെ വീഴ്ച വരാറുണ്ട്. ഇറ്റ് ഇസ് നോട്ട് പ്രൊവൈഡ് ഡാറ്റ ഫോർ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കമ്പയർ ചെയ്യാനുള്ള ഒരു ഡാറ്റാസ് ഒന്നും പ്രൊവൈഡ് ചെയ്യപ്പെടുന്നില്ല. ആൻഡ് ഫെയിൽസ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി ഇമ്പാക്ട് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചസ് അതിൻ്റെ ഇമ്പാക്ട് എന്താണെന്നൊന്നും ഒരിക്കലും ഇത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. 8ാമത്തെ പോയിന്റിൽ ഇറ്റ് കനോട്ട് ഡിസ്ക്ലോസ് കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. കോസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്താണെന്നൊന്നും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അക്കൗണ്ടിങ്ങിൽ എന്നുള്ളതാണ് വേറൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ആൻഡ് 9th പോയിന്റിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ലിമിറ്റഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ്. ഈ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് മാനേജ്മെന്റിന് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പോരായ്മയായിട്ട് പറയുന്നത്. അപ്പോൾ 9 പോയിന്റുകളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സെക്ഷൻ ബി ആയതുകൊണ്ട് നമുക്ക് 5 മാർക്കിന്റെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ ചോദിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പോയിന്റ്സുകൾ അവിടെ എഴുതാം. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യനിൽ ഗിവ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഫോർ ദ ഫോളോയിങ്. ഇനി ഓരോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 35,000 ഉണ്ടെങ്കിൽ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുമ്പോൾ എന്താണ്, സാലറി അക്കൗണ്ടിലാണ് അത് കാണിക്കേണ്ടത്. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അത് ഇനിയും കൊടുക്കാനുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഈ പോയിന്റുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാലറിയുടെ അവിടെ നോക്കുക. റെന്റ് റിസീവ് ചെയ്യുക, മുൻകൂട്ടി തന്നെ റെന്റ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് ജേർണൽ എൻട്രി. ഡൗട്ട്ഫുൾ ഡെറ്റ്സിന്റെ പ്രൊവിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ജേർണൽ എൻട്രി. ഇത്രയാണ് നമ്മളോട് 17th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യനിൽ വീണ്ടും ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അതൊരിക്കലും ഒരു ഫൈനൽ പ്രോഫിറ്റോ ലോസോ അവിടെ തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ട്രേഡിങ്ങിന് ശേഷം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ദ ബിസിനസ്സിന്റെ നെറ്റ് പ്രോഫിറ്റോ ലോസോ അസർട്ടൈൻ ചെയ്യുക ഒരു അക്കൗണ്ടിങ് പീരീഡിൽ.
ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ബാലൻസ് എടുത്തുകൊണ്ടാണ് അത് എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിൽ P&L അക്കൗണ്ടിൻ്റെയാണ്, P&L അക്കൗണ്ടിൽ കാണിക്കുന്നു. ഗ്രോസ് ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എല്ലാ എക്സ്പെൻസുകളും ലോസസും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലത്തെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ്, ലോസസ് ഒക്കെ ഡെബിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കാണിക്കുക. അതേപോലെ എല്ലാ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസോ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ അവിടെ ആ ഡിഫറൻസിനെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ ആ ഒരു ഡിഫറൻസിനെ നെറ്റ് ലോസ് എന്നാണ് പറയുന്നത്. ഇനി എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ഉണ്ടെങ്കിൽ അത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇതാണ് ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മളോട് ചോദിച്ചൊരു കാര്യം. ഇനി ബാലൻസ് ഷീറ്റ് എന്താണ് എന്നുള്ളതാണ് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തിനെ കുറിച്ചൊക്കെയാണ് ബാലൻസ് ഷീറ്റ് പറയുന്നത്? പ്രധാനമായിട്ടും അത് പൊസിഷനാണ് കാണിക്കുന്നത്. ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് അറിയുന്നതെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനാണ് ബാലൻസ് ഷീറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ അസറ്റും ലയബിലിറ്റീസും ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ബിസിനസ് പ്രോസസ് ചെയ്യുന്ന അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് തന്നിരിക്കുകയാണ് 19ാമത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്ന ആളുകൾ +2 കൊമേഴ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതും ഇവിടെ പാസ് നെസറി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്താണെന്നുള്ളത് ചോദിക്കുക. അതേപോലെ തന്നെ റെലവൻറ്റ് ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരുന്ന ഐറ്റംസ് എന്താണെന്നുള്ളതാണ് ഈ 20th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 21st ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ആശ പർച്ചേസ്ഡ് എ പ്രിന്റർ ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ പ്രിന്റർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 1600 ആണ് അത് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ. ആൻഡ് 600 അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയറിൽ 600 ആൻഡ് ലാസ്റ്റ് 1400 തേർഡ് ഇയറിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിരിക്കുക 10% ആണ്. അതിൽ നിന്ന് ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റ് എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും നമ്മുടെ മുന്നത്തെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് എങ്ങനെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതും ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതേപോലെ ക്വസ്റ്റ്യൻസിൽ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളത് പറഞ്ഞിട്ട് ടൈം കളയുന്നില്ല. നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യനിൽ ABC ലിമിറ്റഡ് ഇഷ്യൂഡ് 40,000 10% ഡിബഞ്ചേഴ്സ് ആണ്. ഒരു ഡിബഞ്ചറിന് 100 രൂപയാണ്. അതിൽ ക്യാഷ് പേയബിൾ ഓൺ ഫുൾ അലോങ് വിത്ത് ആപ്ലിക്കേഷൻ. അപ്പോൾ ഫുള്ളായിട്ട് ആപ്ലിക്കേഷനൊപ്പം തന്നെ ആ എമൗണ്ട് 100 രൂപ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിരിക്കുന്ന 60,000 ഡിബഞ്ചറിനാണ്. ആക്ച്വലി ഇഷ്യൂ ചെയ്തത് 40,000 ഡിബഞ്ചേഴ്സ് ആണ്. റിസീവ് ചെയ്തിരിക്കുന്നത് 60,000 ഡിബഞ്ചറിനാണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. എക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന 20,000, അതായത് 40,000 ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ, 60,000ൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 20,000 എക്സസ് ആണ്. ആ എക്സസ് നമ്മൾ റീഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 പ്രോസസ്സ് കാണിക്കുന്നുള്ള ജേണൽ എൻട്രി ആണ് ഡിബഞ്ചറിൻ്റെ പോർഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത് കാണിക്കുക, പിന്നെ ആപ്ലിക്കേഷനെ നമ്മളതിൻ്റെ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നത് കാണിക്കുക ഡിബഞ്ചറിൻ്റെ, അതിനുശേഷം ഫുൾ എമൗണ്ട് റിസീവ് ചെയ്തായിട്ട് കാണിക്കുക, ബാക്കി 20,000ൻ്റെ എമൗണ്ട് റീഫണ്ട് ചെയ്തായിട്ടും കാണിക്കുക. അങ്ങനെ 3 എൻട്രിയാണ് അവിടെ വരുന്നത്. ആൻഡ് 23ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റുകൾ തന്നിട്ടുണ്ട് നമുക്ക് 16 മുതൽ 20 വരെ ഉള്ളത്. നമ്മളോട് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. 4 years പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റിൽ. ഈ ഒരു ക്വസ്റ്റ്യനും ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും +2ൻ്റെ പാർട്ട്ണർഷിപ്പ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 23rd ക്വസ്റ്റ്യനും അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങളുടെ സിലബസിൽ വരുന്നതല്ല. അപ്പോൾ ഈ ഒരു പോർഷൻ അറിയുന്ന ആളുകൾ ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ സിയിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്. എന്താണ് പാർട്ട്ണർഷിപ്പ്? വാട്ട് ഡു യു മീൻ ബൈ എ പാർട്ട്ണർഷിപ്പ് ഡീഡ്? ഓൾസോ ലിസ്റ്റ് ഔട്ട് ദ കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons ടു ഷെയർ ദ ലോസസ് ആൻഡ് ഗെയിൻസ് പ്രോഫിറ്റ്സ് ഈക്വലി ഓർ പ്രൊപ്പോർഷനേറ്റ്ലി.
എന്താണ് പാർട്ണർഷിപ്പ്? രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുകയും അതിൽ നിന്നുണ്ടാവുന്ന ലാഭമോ നഷ്ടമോ അവർ തുല്യമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതിൻ്റെ റേഷ്യോയിലോ വീതിച്ചെടുക്കാം എന്ന് പറയുന്ന അഗ്രിമെൻറ്റിനെ തന്നെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അഗ്രിമെൻറ്റ്സ് എല്ലാം ഒരു റിട്ടേൺ ഫോമിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡ്, എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ കംപ്ലീറ്റ് കണ്ടീഷൻസും കാര്യങ്ങളും കൊടുക്കുന്ന അഗ്രിമെൻറ്റിനെ തന്നെയാണ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇനി പാർട്ണർഷിപ്പ് ഡീഡിൽ കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പനിയുടെ നെയിം, സെക്കൻഡ് അതിൻ്റെ ആ പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ അവരുടെ പേര്, അഡ്രസ്സ്, അതേപോലെ തന്നെ കമ്പനിയുടെ പർപ്പസ് എന്താണ്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എത്ര ക്യാപിറ്റലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ ആളുകളും, അവർക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുന്ന കമ്മീഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, സാലറി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതേപോലെ എങ്ങനെയാണ് അവരുടെ റേഷ്യോ, എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. ഓരോരുത്തരും കൊണ്ടുവന്ന ക്യാപിറ്റൽ, അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകൾ, അതുപോലെ തന്നെ ഒരു പുതിയൊരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ റേഷ്യോയിലാണ് ചെയ്യേണ്ടത്, സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഒരു പാർട്ട്ണർ റിട്ടയർ ആവുകയോ ഡെത്ത് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉള്ള കാൽക്കുലേഷൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ആ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. ഇത് തന്നെയാണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് 25th ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്.